ഇന്നപ്പോ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ റീൽസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നാട്ടിലാണെന്നുള്ള കാര്യം. അതെ, അപ്പൊ ഇന്ന് നാട്ടിലേക്ക് പോണ വ്ളോഗാണ്. അപ്പൊ ഇവന്മാരെല്ലാരും കൊണ്ടാണ് എന്നെ കൊണ്ടാക്കാൻ വരുന്നത്. ഈ പിന്നിൽ വരുന്നവന്മാരില്ല കേട്ടോ, അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്നെ ഇന്ന് കൊണ്ടാക്കാൻ പോണത് നമ്മുടെ അജയനാണ് കേട്ടോ. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോണത്. അവിടെ എത്തിപ്പിളിക്ക് ഇതാ 3 കൂട്ടങ്ങൾ എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നു. അവരെന്നെ ആക്കാൻ വന്നതാണ് ഗൈസ്. ട്രൂ ഫ്രണ്ട്സ് കുറച്ച് സ്നേഹം കൂടിയതാണ് കേട്ടോ. ശരിക്കും ട്രെയിനിന്റെ സമയം എന്ന് പറയുന്നത് 8:45, 9 മണി എത്താറുള്ളതാണ്. ഇന്നാണെങ്കിൽ 9:15 കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഞാൻ പോവാറുള്ളത് നമ്മുടെ കണ്ണൂർ യശന്തൂർ എക്സ്പ്രസിലാണ് കേട്ടോ. എത്രയൊക്കെ ട്രെയിൻ ലൈറ്റ് ആയാലും ഇവരെന്നെ ട്രെയിൻ കയറ്റിട്ടാണ് പോകുന്നത്. പിന്നെ 1.5 മാസം മുന്നേ ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാരണം നമുക്ക് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും സ്ലീപ്പർ തന്നെ കിട്ടി. മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കിടന്ന് ഉറങ്ങാന്നുള്ളതാണല്ലോ. നാളെ നമ്മൾ പൂരമാണ്, പൂരത്തിനാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ കണ്ണിന്റെ പോളെ എനിക്ക് അടക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ എനിക്ക് അറിയാൻ മേല, സീറ്റ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ താഴെ വന്നിരിക്കുവായിരുന്നു. പിന്നെ മോസ്റ്റ്ലി എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ്, നാട്ടിലോട്ട് പോകാനും പൂരം കൂടാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അങ്ങനെ പാലക്കാട് എത്തി. പാലക്കാട് എത്തിയപ്പോഴേക്കും നമ്മുടെ ഷൊർണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ചേട്ടനൊക്കെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനെ കൂടെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ നോക്കണം. അപ്പോഴാണ് പറഞ്ഞത് നമ്മൾ അമ്പലത്തേക്ക് പൂവൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ നമ്മൾ നേരെ വടക്കാഞ്ചേരി പോയിട്ട് പൂവും മേടിച്ചു പിടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പൊ ഈ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പൊ ശരി എന്നാ, ബൈ.